ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, താലിബാന്റെ താൽക്കാലിക ഉപദേഷ്ടാവായിട്ടുള്ള വിദേശകാര്യമന്ത്രിയുണ്ട്. അദ്ദേഹം അഫ്ഗാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത്. കാരണം അഫ്ഗാനിലെ സ്ത്രീകൾക്ക് ഒരു രൂപത്തിലും സ്വാതന്ത്ര്യം കിട്ടാതെ അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. മുതിർന്ന നേതൃത്വത്തോട് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. താലിബാന്റെ വിദ്യാഭ്യാസ വിലക്കിനെതിരെ പൊതുജനം രംഗത്തെത്തുകയും ഭരണാധികാരികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്നും US സേന പിൻവാങ്ങുന്നതുവരെ ദോഹയിലെ താലിബാന്റെ കേന്ദ്രത്തിൽ ഒരു സംഘത്തെ തന്നെ നയിച്ച വ്യക്തിയാണ് ഷേർ മുഹമ്മദ് അബ്ബാസ് സ്റ്റാനെക്സെ. വാരാന്ത്യത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ഇസ്ലാമിക് ശരീഅ നിയമത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിന് നിയന്ത്രണം വേണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് എമിറേറ്റ്സിന്റെ നേതാക്കളോട് പെൺകുട്ടികൾക്കായി വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നു നൽകാൻ അപേക്ഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിവിന്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നു. ഇന്ന് നമ്മുടെ ജനസംഖ്യയിൽ 40 മില്യൺ പേരിൽ 20 മില്യൺ ആളുകളോട് നമ്മൾ കാണിക്കുന്നത് അനീതിയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. അഫ്ഗാൻ സംസ്കാരവും ഇസ്ലാമിക് നിയമവും അനുസരിച്ച് താലിബാൻ സ്ത്രീകളുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നാണ് അവരുടെ വാദം. 2022 പെൺകുട്ടികൾക്കായി ഹൈസ്കൂളുകൾ തുറക്കാമെന്ന് വാഗ്ദാനം നൽകിയ താലിബാൻ പെട്ടെന്നാണ് ആ വാക്കു മറന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. 2022 അവസാനമായതോടുകൂടി പെൺകുട്ടികൾക്ക് സർവകലാശാലയിലേക്കുള്ള പ്രവേശനത്തിന് തന്നെ താലിബാൻ അവസരം നിഷേധിച്ചു. നമുക്കറിയാം ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞു വരുമെന്ന്. കാരണം ഇപ്പോൾ കേരളത്തിലെ ഒരു പെൺകുട്ടി, ഒരു 19കാരിയായ മലപ്പുറംകാരി പൈലറ്റായി. എന്താ പറഞ്ഞെന്നറിയാമോ? തട്ടമിട്ട് പെൺകുട്ടി പൈലറ്റായത് കണ്ടോ, ഇസ്ലാമിനെയും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി നമ്മുടെ മെക്കെട്ട് കയറണം. ഇന്ന് കാന്തപുരം എന്താ പറഞ്ഞത്? അഫ്ഗാനെക്കാട്ടിൽ പരിതാപകരമായ സാഹചര്യമാണ് നമ്മുടെ കേരളക്കരയിലുള്ളത്. ശരിക്കു പറഞ്ഞാൽ ആണും പെണ്ണും പരസ്പരം കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുരുഷന് ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകും, സ്ത്രീയെ കയറി പിടിച്ചെന്നിരിക്കും, അങ്ങനെ പല അരുതായ്മകളും സംഭവിച്ചെന്നിരിക്കും. അതുകൊണ്ട് സ്ത്രീകളാണതിന് കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ മറയ്ക്കകത്തിരുന്നാൽ മതി, വീട്ടിനകത്തിരുന്നാൽ മതി. സ്ത്രീകളെ പുറത്തിറക്കുന്ന ഒരു സമ്പ്രദായവും നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അഫ്ഗാനില് നഴ്സറി കുട്ടികൾക്ക് വരെ മറയിട്ട് പഠിപ്പിക്കുന്നു. ആൺകുട്ടികളെയും പെൺകുട്ടികളാരെയാ പേടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള കാമവെറിയന്മാരിൽ നിന്നല്ലേ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത്, മറ്റു സ്ത്രീകൾക്കും. ഇവരെ പോലെ ഇങ്ങനെ അഴിച്ചിട്ട ഉദ്ധാരണവുമായി നടക്കുന്ന ആരാണ് ഈ ഉലകത്തിലുള്ളത്? ഇവരുടെ ചിന്താരീതികളാണ് മറ്റുള്ളവരും എന്ന് സംശയിക്കുന്നതല്ലേ ഇവിടുത്തെ പ്രശ്നം. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു 17കാരിയായിട്ടുള്ള നില ഇബ്രാഹിമി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ കണ്ട ഒരു പെൺകുട്ടിയാണ്. അന്താരാഷ്ട്ര ബാലാവകാശ സമാധാന പുരസ്കാരമാണ് ആ പെൺകുട്ടിക്ക് കിട്ടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആംസ്റ്റർഡാമിൽ നടന്ന ചടങ്ങിൽ അവരെ ആദരിച്ചത്. മലാല യൂസഫ്സായി, ഗ്രെറ്റ തൻബർഗ്, എൻകോസി ജോൺസൺ, ഇവർക്ക് ഇതിനു മുമ്പ് ലഭിച്ച പുരസ്കാരമാണ് ഈ തവണ നിലയ്ക്ക് ലഭിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തി വന്ന ധീരമായ പ്രവർത്തനങ്ങൾക്ക് ആദരമായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. 2021 മാർച്ചിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിദ്യാഭ്യാസ വകുപ്പ് 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് പൊതുവേദിയിൽ പാടുന്നത് നിരോധിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ നില ശക്തമായ പ്രതിഷേധം നടത്തി. അങ്ങനെ ഐ ആം മൈ സോങ് എന്ന പ്രചാരണത്തിന്റെ ഭാഗമായി അവൾ ഒരു പ്രതിഷേധ ഗാനം തന്നെ റെക്കോർഡ് ചെയ്തു. വീഡിയോ വൈറലായതോടുകൂടി ആ ഉത്തരവ് കുറച്ചു കാലത്തിലേക്ക് പിൻവലിക്കപ്പെട്ടു. 2021 താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം നില ഇബ്രാഹിമും കുടുംബവും 30 ബേർഡ്സ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം അവിടെ നിന്നാൽ ആ പെൺകുട്ടിക്ക് തലയുണ്ടാകില്ല 100 വട്ടം. അവർ പാകിസ്ഥാനിലേക്ക് സ്ഥലം മാറി, പിന്നീട് കാനഡയിലേക്ക് കുടിയേറി. പാകിസ്ഥാനിലും അവർ സുരക്ഷിതരല്ലെന്ന് അവർക്കറിയാം. ഇപ്പോഴും നില അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു തന്നാലാവുന്ന വിധം. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ തകരുമ്പോൾ അതിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും എന്ന് നില പറഞ്ഞു. ഈ കേരളക്കരയിൽ AP കാന്തപുരത്തെ പോലെയുള്ളവർക്ക് എന്തിന്റെ കേടാണ് എന്ന് ആലോചിച്ചു നോക്ക്.
മതമാണ് അവർ പറയുന്നത്. ഏതു മതഗ്രന്ഥത്തിലാണ് ആണും പെണ്ണും പരസ്പരം കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? പറയണം ഇവര്. ഈ അപ്പിക്കുപ്പായത്തിനകത്ത് പെണ്ണുങ്ങളെ തളച്ചിടുന്ന രീതി ഏത് കാലം മുതലാണ് നിലവിൽ വന്നത്? യുദ്ധ സന്ദർഭങ്ങളിൽ പോലും പ്രവാചകൻ സ്ത്രീകളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. യുദ്ധത്തില് പരിക്ക് പറ്റി വീഴുന്ന പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വെള്ളം കൊടുക്കാൻ, പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കാൻ സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ഒട്ടകപ്പുറത്ത് കയറി യുദ്ധത്തിന് നേതൃത്വം വഹിച്ചില്ലേ? യുദ്ധത്തിന് നേതൃത്വം നയിച്ചിരുന്നു അവർ. അതുപോലെ ഉമറിന്റെയും ഉസ്മാന്റെയും അബൂബക്കറിന്റെയും ഒക്കെ കൊട്ടാരത്തിൽ നിരന്തരമായി വരാറുണ്ടായിരുന്നു ഭർത്താവിന്റെ അനന്തരാവകാശം ചോദിച്ചിട്ട്. അവർക്കൊന്നും അന്ന് മറയുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവരേറ്റവും ഒടുവിൽ ചില മതതത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. ആണും പെണ്ണും കാണാൻ പറ്റുന്ന അഫ്ഗാനോ? അഫ്ഗാന് വേണ്ടി പോലും അഫ്ഗാൻ അകത്ത് നിന്ന് പൊരുതലുകൾ ഉണ്ടാകുന്നു, എതിർത്ത് നിൽപ്പുകൾ ഉണ്ടാകുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അഫ്ഗാനിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നിലയുറപ്പിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നു. ഇറാന്റെ അകത്തുള്ളതിനേക്കാൾ നിരീശ്വരവാദികളും യുക്തിവാദികളും മതം വിട്ടവരും മറ്റൊരു രാജ്യത്തുമില്ല. ഇറാൻ ഒരു ഇസ്ലാമിക് റെവല്യൂഷണറി കൺട്രിയാണ്. മതം വിട്ടാലുടനെ മതം വിട്ടവനെ തട്ടണം എന്ന നിലപാട് നിയമപരമായി തന്നെ സ്വീകരിച്ച് പാലിച്ചു പോകുന്ന ഒരു രാജ്യത്ത് ഏതാണ്ട് 60 മുതൽ 70% വരെ ആളുകൾ മതം ഉപേക്ഷിച്ചവരാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ഈ കൊണിഷ്ട പിടിച്ച മത നിയമം കാരണം തന്നെ. അവർക്കൊക്കെ മതിയായിരിക്കുന്നു നിങ്ങളുടെ ഈ മത നിയമം. പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് പോകുമ്പോഴും, ചികിത്സിക്കാൻ ആശുപത്രികളില്ലാതെ, ഡോക്ടർമാരില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തും ഇവരിലൊക്കെ മതങ്ങൾക്ക് വല്ല കുറവുമുണ്ടാവും? മതനിയമങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറലേൽക്കുന്നുണ്ടോ ഇവരുടെ രാജ്യത്ത്? ഇപ്പോ മാനുഷികവും വികസനപരവുമായിട്ടുള്ള പിന്തുണ ശക്തിപ്പെടുത്തുന്നതിലൂടെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ദീർഘകാല ബന്ധം തുടരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ 2 കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയ്സ്വാൾ മാധ്യമ സമ്മേളനത്തിൽ വിശദീകരിച്ചതാണിത്. കായിക രംഗത്തും മറ്റും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നിരവധി ക്രിക്കറ്റ് കളിക്കാർ ഇവിടെ കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നും ഇവയെല്ലാം നമ്മുടെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകളാണെന്നും അങ്ങനെ നമ്മുടെ സമീപനത്തിന് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഫ്ഗാൻ ജനതയെ പിന്തുണയ്ക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യ ഇതുവരെ 50,000 മെട്രിക് ഗോതമ്പ്, 300 ടൺ മരുന്നുകൾ, 27 ഭൂകമ്പ ദുരിതാശ്വാസ സഹായ വസ്തുക്കൾ, 40,000 ലിറ്റർ കീടനാശിനികൾ, 100 ദശലക്ഷം പോളിയോ ഡോസുകൾ എന്നിവ കയറ്റി അയച്ചിട്ടുണ്ട്. അഫ്ഗാൻ സർക്കാരുമായി കൂടുതൽ ഇടപഴകാനും മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നും രൺവീർ ജയ്സ്വാൾ പറഞ്ഞു. ഞങ്ങൾക്ക് കാബൂളിൽ ഒരു സാങ്കേതിക ദൗത്യമുണ്ട്. ജോയിന്റ് സെക്രട്ടറി തലത്തിൽ ഇടപെടലുകൾ അയച്ചിട്ടുണ്ടെന്നും ശക്തമായ രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നോക്ക്, ഇവർക്ക് മതത്തിന് വല്ല കുറവുമുണ്ടോ? ഉണ്ടോ? പട്ടിണിയാണ്, പരിവട്ടമാണ്, മറ്റുള്ളവരോട് കൈനീട്ടിയാണ് ജീവിക്കുന്നത്. എന്നാലും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമേ ഇവർ മുന്നോട്ട് കൊണ്ടുപോകും. ആ രാജ്യത്തെ ഒരു രൂപത്തിലും പുരോഗതിയിലേക്കോ ആ രാജ്യത്തിലെ വളർച്ചയിലേക്കോ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കോ ഒന്നും ഇവരുടെ തലച്ചോറ് വർക്ക് ചെയ്യത്തില്ല. നന്ദി.